എല്ലാവർക്കും മോർ ടേസ്റ്റ് ആൻഡ് ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ബ്രെഡ് ടോസ്റ്റ് ആണ്. പാലും മുട്ടയും ചേർന്നുള്ളൊരു ബ്രെഡ് ടോസ്റ്റ് ആണ്. മിനിറ്റുകൾക്കകം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഹെൽത്തിയുമാണ് പാലും മുട്ടയും ചേർന്നിട്ടുള്ളത് കൊണ്ട്. ഇതിനാവശ്യമായ ചേരുവകൾ 8 സ്ലൈസ് ബ്രെഡ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം അരികെ മുറിച്ചെടുക്കാം. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കതിനെ മുറിച്ചെടുക്കാം. ഞാനിവിടെ ആദ്യം സ്ക്വയറാക്കി, പിന്നെ ട്രയാങ്കിൾ ഷേപ്പാക്കി, പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പും ആക്കി. ഇതിനാവശ്യമായ ചേരുവകൾ 1 മുട്ട, 1 ഗ്ലാസ് പാല്, നെയ്യുടെ കൂടെ ഞാൻ എണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഏലക്കാപ്പൊടി, പഞ്ചസാര. ഇനി മുട്ടയിലേക്ക് നമുക്ക് ആദ്യം 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. മുട്ടയുടെ മണം ഒന്ന് പോകാൻ വേണ്ടിയാണ് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. എന്നിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. ഇതിന് ശേഷം ഒരു ബൗളെടുത്ത് 1 ഗ്ലാസ് പാലെടുത്ത് ഈ മുട്ടയും ഏലക്കാപ്പൊടിയും പഞ്ചസാരയും യോജിപ്പിച്ച മിശ്രിതം ബൗളിലേക്കിട്ട് നമുക്കതൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിനു വേണ്ടി നമുക്ക് നെയ്യെടുക്കാം, ബട്ടർ എടുക്കാം, ഇല്ലെങ്കിൽ ഓയിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓയിലും നെയ്യും കൂടെ കലർത്തിയ ഒരു മിശ്രിതമാണ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്ന് ഈ മിശ്രിതത്തിലേക്ക് മുക്കിയിട്ട് പൊരിക്കാം, ഓരോ ബ്രെഡും. ഇതിപ്പോൾ അരികെടുക്കാത്ത ബ്രെഡാണ് ഞാൻ ആദ്യമേ യൂസ് ചെയ്യുന്നത്. ബ്രെഡിൻ്റെ മുകളിൽ ഒരല്പം നെയ്യും എണ്ണയും കലർത്തിയ മിശ്രിതം തടവാം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിം ആയിരിക്കണം. കാരണം പാൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് കളർ ചേഞ്ച് ആകും, കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. കരിയരുത്, മൊരിയുകയേ ചെയ്യാവുള്ളൂ. ഇനി ട്രയാങ്കിൾ ഷേപ്പ് പൊരിച്ചെടുക്കാം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് സോഫ്റ്റായ ബ്രെഡാണെങ്കിൽ 2 പ്രാവശ്യമേ സോക്ക് ചെയ്യാവുള്ളൂ. 2 പ്രാവശ്യമേ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മിശ്രിതത്തിൽ സോക്ക് ചെയ്യാവുള്ളൂ. എൻ്റെ ഒരു അല്പം ഹാർഡ് ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ 4 പ്രാവശ്യം സോക്ക് ചെയ്ത് എടുത്തത്. ഇങ്ങനെ ഓരോ ഷേപ്പുകളും നിങ്ങൾക്ക് പെട്ടെന്ന് 2 സൈഡും നല്ലവണ്ണം മൊരിച്ചെടുത്ത് നെയ്യും തടവി 2 സൈഡും മൊരിച്ചെടുത്ത് ചൂടോടെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. മുട്ട കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിക്കും. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.